أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ونيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ കഹ്ഫ് 19-20 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്തിൽ ഇപ്പൊ നമ്മൾ ഈ ഓതിയ ആയത്തില് ഒരു പദം വരുന്നുണ്ട്, വല്യ തലത്തഫ്. ആ പദത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? അതിന്റെ ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ട് ആ ഏറ്റവും മിഡിലിൽ വരുന്ന ഒരു പദമാണ് അത് എന്ന് പറയുന്നത്. അതായത് മുസ്ഹഫ് നമ്മളിങ്ങനെ രണ്ടായി പകുത്താല് ഈ സൂറ അൽ കഹ്ഫ് വരുന്നത് 15-ാമത്തെ ജുസയിലാണല്ലോ. ആ 15-ാമത്തെ ജുസയിന്റെയും മധ്യത്തിലായിട്ടാണ് ഇത് വരുന്നത്, ഈ വല്യ തലത്തഫ് എന്ന പദം. അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട് കേട്ടാ. ഓക്കെ, നമ്മള് ഇതിന്റെ മറ്റ് മീനിങ്ങുകളിലേക്ക് പോവാം. അപ്പം കദാലിക ബഅസ്നാഹും, നമ്മൾ എവിടെ എത്തി നിൽക്കുന്ന? ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇവര് ഗുഹയുടെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഉറങ്ങി. ഇങ്ങോട്ടാ ചോദ്യമാണോ? അല്ല, ഓക്കെ. അതായത് അവർ ഉറങ്ങി, ഉറക്കത്തിൽ അള്ളാഹു അവരെ തിരിച്ചും മറിച്ചും ഇട്ടു. അല്ല, അവർ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടാൽ എഴുന്നേറ്റിരിക്കുന്നത് പോലെ തോന്നും. അവരുടെ നായ അതിന്റെ കൈകൾ രണ്ടും ഇങ്ങനെ വിരിച്ചിട്ട് ആ ഗുഹാമുഖത്ത് ഇരിക്കുന്നു. അത് കണ്ടാൽ ഒരു ഭീകര ജീവിയെ പോലെ, അല്ലെങ്കിൽ ആ മൊത്തം ദൃശ്യം ഒരു ടെറിഫൈങ് സീനായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ, അവരെ കണ്ടു കഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യും? ഓടിപ്പോരും. താങ്കൾ ഓടിപ്പോരുക മാത്രമല്ല, മറ്റുള്ളവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മൾക്ക് സ്വയം തന്നെ പേടി തോന്നും, മറ്റുള്ളവരെയും പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അത് എന്നതാണ് അതിൻ്റെ ഒരു അവസ്ഥ. വല മുലത്ത മിൻഹും റഅബ, അത് അവരിൽ നിന്ന് പേടി, താങ്കളുടെ മനസ്സിൽ പേടി നിറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നതാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അതില് മുലത്ത മിൻഹും റഅബ, പേടിയാൽ, അതായത് ആദ്യമാണ് ഓടിപ്പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്, പിന്നെയാണ് പേടീനെ കുറിച്ച് പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും? ആദ്യം ഓടിപ്പോകുന്നു പറഞ്ഞു അള്ളാഹു, വല്ലൈത മിൻഹും ഫിറാറൻ വല മുലത്ത മിൻഹും റഅബ. ശരിക്കും പറയേണ്ടിയിരുന്നത് തിരിച്ചല്ലേ? അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയത്, അതുകൊണ്ടാണ് ഇതിനോട് ചേർത്ത് പറയുന്നത്. താങ്കൾക്ക് പേടി മനസ്സിൽ നിറയും, എന്നിട്ട് ഓടിപ്പോകും എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ആ ഓർഡർ തെറ്റിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, ആദ്യത്തെ ഒരു പേടി അത് ഫാക്ട് തന്നെയാണ്. പക്ഷെ രണ്ടാമത് പോയി കഴിഞ്ഞാലും ഓടിക്കഴിഞ്ഞാലും ആ പേടി മനസ്സിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അത്രത്തോളം ആ രംഗം ഭീകരമാണ്. അപ്പൊ ആ ഒരു ടെറിഫൈങ് സീൻ സൃഷ്ടിച്ചതില് അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താ? അവർ സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതാണ്. ഓക്കെ, ഇനി അവർ എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വകദാലിക, അപ്രകാരം.
കദാലിക്ക എന്ന് പറഞ്ഞാൽ അപ്രകാരം. എന്തുകൊണ്ട് അവിടെ കദാലിക്ക എന്ന് ഉദ്ദേശിച്ചത് കമാ അർക്കദ്നാഹും എന്ന് ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എപ്രകാരമാണോ നാം അവരെ ഉറക്കിയത് അതുപോലെ, അപ്രകാരം കദാലിക്ക ബഅസ്നാഹും, നാം അവരെ ഉണർത്തി. ബഅസ അർത്ഥം എന്താ ശരിക്ക്? ബഅസക്ക് നമ്മൾ മുമ്പ് അർത്ഥം പറഞ്ഞിട്ടുണ്ട് അല്ലെ? നിയോഗിച്ചു. വിത്ത് എ പർപ്പസ്. ഒരു ഒരു ലക്ഷ്യത്തോടു കൂടി നിയോഗിച്ചു അല്ലെങ്കിൽ അയച്ചു എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിനും അത് പറയും. കാരണം അവിടെ നിന്ന് ഒരു പർപ്പസ് ഉണ്ടല്ലോ. ഇവിടെ പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഉണ്ട്. ഇവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിൽ അള്ളാഹുവിന് വളരെ സുപ്രധാനമായ ഒരു പർപ്പസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും. ലിയതസാഅലു ബൈനഹും, ബഅസ അയച്ചു എന്നാണ്. ബഅസ അല്ലാഹു ഖുറാബൻ, അള്ളാഹു കാക്കയെ അയച്ചു എന്നുള്ള അർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. ആരുടെ കഥയില്? ആദം നബിയുടെ മക്കള്. അത് ബഹസയാണ്. ബഹസ എന്ന് പറയുമ്പോൾ സെർച്ച് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. അയിന് പകരം ആയാലും ബഹസ. ബുഹൂസ് എന്ന് പറയും എന്തിന്? റിസർച്ചിന്. ഓക്കെ, ഇവിടെ ബഹസാണ് കേട്ടോ. ലിയതസാഅലു ബൈനഹും, അവരെ എഴുന്നേൽപ്പിച്ചു. ലിയതസാഅലു ബൈനഹും, അവർ പരസ്പരം ചോദിക്കാൻ വേണ്ടി. തസാഅല, സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു. തസാഅല എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിച്ചു. പരസ്പരം ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അത് ആ വസനിലെ മിക്കവാറും മീനിങ് അങ്ങനെയാണ്. ഇപ്പം ലാറബ അടിച്ചു, അല്ലെങ്കിൽ ലറബ അടിച്ചു. തലാറബ പരസ്പരം അടിച്ചു. ഒരാൾ മാത്രമല്ല അടിച്ചത്, മറ്റേ അടിച്ചു. അങ്ങനെ പല മീനിങ് വരും. കാത്തല, തക്കാത്തല, പരസ്പരം യുദ്ധം ചെയ്തു എന്ന അർത്ഥത്തിൽ ഒക്കെ ആ ഒരു വസനിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. ഇന്റർചേഞ്ചിന് തക്കാത്തു എന്ന് പറയും. അതും ഇതുപോലെ തന്നെയാണ്. കാരണം കത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും മുറിച്ച് കടന്നു എന്നാണ്. മുറിച്ച് കടന്നു, അല്ലെങ്കിൽ മുറിക്കണേനും പറയും. ഒരു സംഗതി മുറിക്കുമ്പോഴും കത്തി ഇങ്ങനെ കടക്കുകയാണല്ലോ, ഒരു സംഗതിയുടെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ തക്കാത്ത എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ടും മറ്റൊരു വണ്ടി ഇങ്ങോട്ടും, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ അർത്ഥത്തിലാണ് തക്കാത്തു ഇന്റർചേഞ്ചിന് പറയണ. അതുകൊണ്ടാണ്. നല്ല ചോദ്യം. ഇതേ വസനാണത് കേട്ടാ. ലിയതസാഅലു ബൈനഹും. അപ്പൊ അവർ പരസ്പരം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുക? ആ ചോദിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ഇവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്നാണ് ഇതിന്റെ ഡയറക്റ്റ് മീനിങ്. പക്ഷേ ആകപ്പാടെ ഇവർ ഉറക്കി ഇവർ അവസാനം എഴുന്നേറ്റത് ഇത് ചോദിക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അത് അവിടെ ആ ലാമിനെ കുറിച്ച് പറയുന്നത് ലാമുൽ ആഖിബ എന്നാണ്. അതായത് നേരത്തെ സംഭവിച്ച ഒരു സംഗതിക്ക് ശേഷം വന്ന ഒരു സംഗതി എന്ന അർത്ഥത്തിലാണ് ആ പറയാ കേട്ടാ. അപ്പോ അവർ അള്ളാഹു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ലിയതസാഅലു ബൈനഹും. അതിനുശേഷം അതിനെ തുടർന്ന് അവർ പരസ്പരം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഖാല ഖായിലും മിൻഹും, അവരിൽ ഒരാൾ പറഞ്ഞു, കം ലബിസ്തും, നിങ്ങൾ എത്ര തങ്ങി, എത്ര താമസിച്ചു, എത്ര ഉറങ്ങി? ഖാലു, അവർ പറഞ്ഞു, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ലബിസ്ന, നമ്മൾ തങ്ങിയിട്ടുണ്ട്, ഉറങ്ങി. ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു. ഇപ്പൊ ഇവിടെ ഉദ്ദേശം നമ്മൾ ഈ ഗുഹയിൽ എത്ര തങ്ങി എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ അർത്ഥം അവർ ഇന്നലെ ഇങ്ങോട്ട് വന്നു, രാവിലെ ഏറെക്കുറെ ഒരു രാവിലെ ആയിട്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. കാരണം ഇതാ തലഅത്ത് എന്ന് ഷംസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ രാവിലെ വന്നു, ഇവരെഴുന്നേൽക്കുന്നത് ഒരു വൈകുന്നേരം, ആഖിറു നഹാർ. ഇമാം ഇബ്നു കസീർ അതിനെക്കുറിച്ച് പറയുന്നത് ഇവര് വന്നത് അവലുൽ നഹാറാണ്, എഴുന്നേറ്റത് ആഖിർ നഹാറിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ച് ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വന്നു, വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ എഴുന്നേറ്റു എന്നൊരു ഫീലിംഗിൽ അവരുള്ളത്. പക്ഷെ വാസ്തവത്തിൽ അവർ എത്ര കിടന്നിട്ടുണ്ട് അവിടെ? 309 വർഷം കിടന്നിട്ടുണ്ടെന്ന് ഖുർആനിൽ തന്നെ സൂചനയുണ്ട്. ഓക്കെ, അപ്പം ഇവർ പരസ്പരം ചോദിക്കുകയാണ്, കം ലബിസ്തും, നമ്മൾ എത്ര ഇവിടെ തങ്ങിയിട്ടുണ്ട്? കാലു, അവർ പറഞ്ഞു, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഞങ്ങള് ഒരു ദിവസം ചിലപ്പോൾ തങ്ങിയിട്ടുണ്ടാവും. ഔ ബഅദ യൗം, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറഞ്ഞ സമയം. ബഅദ യൗം എന്ന് പറയുമ്പോൾ ചില ആളുകൾ അത് കുറച്ച് ദിവസങ്ങൾ എന്നർത്ഥം പറയാറുണ്ട്. പക്ഷെ ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ ബഅദ യൗം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം എന്നാണ് അർത്ഥം. കുറെ ദിവസങ്ങൾ എന്നാണ് പറയണമെങ്കിൽ എങ്ങനെ പറയാ? ബഅദ അയ്യാം എന്ന് പറയണം
കേട്ടാ. അതിന്റെ ബഹുവചനായിട്ട് പറയണം, ജമ്മായിട്ട് പറയണം. ബഅള അയ്യാം. ഈ ബിൽ എന്ന് പറയുന്ന വാക്കുണ്ട്, ബിൽ സിനീൻ എന്ന് പറഞ്ഞു. ബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ചില്ലാനും ഏതാനും എന്നുള്ള അർത്ഥത്തിലാണ്. ഏറെക്കുറെ സെയിം മീനിങ് ആണ്. മീനിങ് സെയിം ആണ്, പക്ഷെ അക്ഷരങ്ങൾ അങ്ങോട്ട് മാറിയിട്ടാണ്. ബിൽ സിനീൻ. ഇപ്പൊ എവിടെ പറയുന്നുണ്ട് അത്? എവിടെ പറയണം? സൂറത്ത് യൂസുഫില് യൂസുഫില് എവിടെ എന്തിനെ കുറിച്ച് പറഞ്ഞപ്പോ? ജയിലിൽ കിടന്ന് ജയിലിൽ ഫലബിസ കിടക്കുന്നു. ഫലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ. ജയിലിൽ അദ്ദേഹം കുറഞ്ഞ വർഷം താമസിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ അപ്പൊ ബഅള എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴാ? ഒരു ദിവസത്തിന്റെ കുറഞ്ഞ ഭാഗം. ഇതേ പ്രയോഗം വേറൊരു സംഗതിയെ കുറിച്ചും അള്ള പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ അത് എവിടെയാണെന്ന്? ഈ കം ലബിസ്തും ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ഇതേപോലെ തന്നെ നമ്മൾ ഉയർന്നെഴുത്തേലുന്ന സമയത്ത് ഖബറിൽ നിന്ന് മഹ്ശറില് നമ്മളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ ആളുകൾ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കം ലബിസ്തും, എത്ര താമസിച്ചു? അപ്പോ അവരെന്നെ മറുപടി പറയും, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ഒരു ദിവസം താമസിച്ചുള്ളൂ. എപ്പോ മരിച്ചുപോയ ആളുകളായിരിക്കും അവര്? ആദൻ നബിയുടെ കാലശേഷമൊക്കെ മരിച്ചുപോയ ആ സമയം മുതൽ അവസാനം മരിച്ച കുട്ടി വരെ, ആ പിഞ്ചു കുഞ്ഞു വരെ, അന്ത്യനാളിന്റെ തലേ ദിവസം പ്രസവിച്ച അല്ലെങ്കിൽ ആ സമയത്ത് പ്രസവിച്ച കുട്ടി വരെ മരിച്ച് അവരൊക്കെ എഴുന്നേൽപ്പിക്കുമ്പോൾ എത്ര താമസിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതേ വർത്താനമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇവരെ ഉറക്കിയതിന്റെ പിന്നിലുള്ള അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താ. ഇവരെ ഉറക്കിയതിന്റെ പിന്നിലുള്ള അള്ളാഹുവിന്റെ ലക്ഷ്യം അന്ത്യനാള് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കാനുള്ളതാണ്, ഹക്കാണത്. അത് വഅദൽ ഹക്ക്, അള്ളാഹുവിന്റെ സത്യസന്ധമായി പുലരുന്ന ഒരു വാഗ്ദാനമാണ് എന്ന് പറയുക. അതാണ് ശരിക്കും അള്ളാഹുവിന്റെ ഉദ്ദേശം, കേട്ടോ. അപ്പോ അവരുടെ ചർച്ച അതാണ്, നമ്മൾ എത്ര താമസിച്ചു. ചിലർ പറഞ്ഞു, എന്താ പറഞ്ഞത്, യൗമൻ, ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്, രാവിലെ വന്നു ഇതാ വൈകുന്നേരമായി. ചിലർ പറഞ്ഞു ബഅദ യൗം, അല്ല ഒരു ദിവസവും താമസിച്ചിട്ടില്ല, ഒരു പകലിന്റെ തന്നെ കുറച്ച് സമയം. പകലും രാത്രിയും കൂടെ കൊണ്ടെങ്കിൽ ലൈലും നഹാറും പറയണം, പക്ഷെ അത് പറഞ്ഞില്ല. യൗമിന് ചിലപ്പോൾ അങ്ങനെ അർത്ഥം കിട്ടാ. യൗമിന് ലൈലും നഹാറും ചേർന്ന അർത്ഥം കൂടിയുണ്ട്. മാത്രമല്ല യൗമിന് മറ്റൊരു അർത്ഥമുള്ളത് ഡേ എന്നുള്ള അർത്ഥത്തിൽ, പകൽ സമയം എന്ന അർത്ഥത്തിലും യൗമ് പറയാം. രണ്ട് രൂപത്തിലും യൗമ് പറയാം, കേട്ടോ. അപ്പോ ഒരു പകൽ അല്ലെങ്കിൽ ഒരു പകലിന്റെ ഒരു അല്പസമയം, അത്രയുമാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഖാലു, എന്നിട്ട് അവർ തന്നെ വീണ്ടും പറയണം, എന്താ പറയുന്നത്? റബ്ബുക്കും അഅലമു, നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബ്. പരസ്പരം അവർ പറയുമ്പോൾ നിങ്ങളുടെ റബ്ബിനെ അറിയാം. അഅലമു ബിമാ ലബിസ്തും, നമ്മൾ എത്ര താമസിച്ചു. ശരിക്കും പറയേണ്ട ബികം ലബിസ്തും എന്നല്ലേ പറയേണ്ടത്, അല്ലേ? ബികം ലബിസ്തും, എത്ര താമസിച്ചു എന്ന് പറയണമെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ബിമാ ലബിസ്തും, നിങ്ങൾ താമസിച്ച ആ സംഗതിയെക്കുറിച്ച്, അല്ലെങ്കിൽ താമസിച്ചത് എന്തിനാണ്, എത്ര കാലം താമസിച്ചു, ഈ മൊത്തം സംഗതിയുടെ ഉദ്ദേശം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ആർക്കറിയാം? നിങ്ങളുടെ റബ്ബിനറിയാം. ഫബഅസു, അതുകൊണ്ട് നിങ്ങൾ അയക്കണം. ഫബഅസു, നിങ്ങൾ അയക്കണം. ബഅസയുടെ ജമ്മാണ്, അമ്ര വസനാണ് ഇബ്അസ്, അയക്കൂ. ഫബഅസു, നിങ്ങൾ അയക്കൂ, എല്ലാവരും കൂടി അയക്കൂ. അഹദക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളെ അയക്കണം. ബി വരിഖിക്കും, വരിഖ് എന്ന് പറഞ്ഞാൽ വെള്ളി നാണയത്തിനാണ്, ഫില്ലത്ത്, അതിനാണ് വരിഖ് എന്ന് പറയാം. ഈ വെള്ളി നാണയം കൊണ്ട് നിങ്ങൾ അയക്കൂ. ഹാദിഹി, ഇതാ ഈ വെള്ളി നാണയം. അപ്പൊ ഈ നാണയം അവരുടെ അടുത്ത് എവിടെ നിന്ന് വന്നിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ട് അവര് ഈ ഗുഹയിൽ അഭയം തേടിയപ്പോൾ അവരുടെ കയ്യിലുള്ള വീട്ടിലുള്ള ഏതാനും നാണയം ഒക്കെ ആയിട്ടായിരിക്കും അവര് അവിടെ അഭയം തേടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവനെ അയക്കൂ. ഇലൽ മദീന, എങ്ങോട്ടാ അയക്കേണ്ടത്? പട്ടണത്തിലേക്ക് അയക്കണം. അലിഫ്ലാം ചേർത്ത് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോകാനല്ല പറഞ്ഞത്, പിന്നെയോ ആ പെർട്ടിക്കുലർ ദഖിയാനൂസ് രാജാവിന്റെ അടുത്താണ് ഓടിപ്പോന്നിരിക്കണവര് എന്നാണ് കഥ, ചരിത്രം. പേരെ ഖുറാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ചരിത്രത്തിന് വേറെ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ ഏത് പട്ടണത്തിൽ നിന്നാണോ ഓടിപ്പോകുന്നത് അതേ പട്ടണത്തിലേക്ക് നമ്മൾ അയക്കണം ഇവനെ. ഈ കയ്യിലുള്ള വെള്ളി നാണയങ്ങളുമായിട്ട് അയക്കണം. ഫൽ യൻദുർ, അവൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ പണി എന്താ? ഈ അയക്കുന്ന ആളുടെ ദൗത്യം എന്താണ്? ഫൽ യൻദുർ,
ഈ അമ്രിന്റെ തന്നെ അമ്ര ഹാദറും അമ്ര ഗായിബും ഉണ്ട് അല്ലെ? അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരാളോട് നീ നോക്കൂ എന്ന് പറയാൻ ഉന്തുർ എന്നാ പറയാ. അവൻ നോക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ എന്താ പറയാ? ലിയന്തുർ. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫൽ യന്തുർ. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണല്ലോ അത്? ഫൽ യന്തുർ, അവൻ നോക്കട്ടെ. അയ്യുഹ അസ്കാ ത്വആമൻ, ഏറ്റവും നല്ല പരിശുദ്ധമായ ഭക്ഷണം, പ്യുവർ ഫുഡ്, ഹലാലായിട്ടുള്ള ഫുഡ് എവിടെയാണ് കിട്ടുക എന്ന് നോക്കട്ടെ. കുറേ 309 വർഷം ഉറങ്ങി എഴുന്നേറ്റ് വിശന്ന് നല്ല വിശപ്പുണ്ടാവും അല്ലേ? നല്ല വിശപ്പുണ്ടാവും. ആ വിശക്കുന്ന സമയത്ത് കയ്യിലുള്ള ഏതാനും ചില നാണയങ്ങളുമായിട്ട് അയക്കുന്ന ആളോട് അവർ പറയണത് എന്താണ്? ഏറ്റവും നല്ല ഫുഡ് എവിടെയാണ് കിട്ടുക എന്ന് നോക്കട്ടെ. അവർ നോക്കണം. അസ്ക എന്നുള്ളതിന് ചില പണ്ഡിതന്മാര് അസ്കാക്ക് പരിശുദ്ധം എന്നല്ല പറയണത്, നല്ല കുറേ ഭക്ഷണം കൊണ്ടുവരാനാണ്. അക്സർ തആമൻ എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷെ അങ്ങനെയല്ല മീനിങ് എന്നുള്ളതിന് അടുത്ത വാചകം തെളിവാണ്. അതെന്താന്ന് വെച്ചാൽ ഫൽ യഅ്തിക്കും, അവൻ കൊണ്ടുവരട്ടെ, അവൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരട്ടെ. ബിർസിഖിൻ മിൻഹു, അതിൽ നിന്ന്. ആ ത്വആമ്, ഒരുപാട് കാണുന്ന ഭക്ഷണം ഉണ്ടാവും, പരിശുദ്ധമായ ഭക്ഷണം ഉണ്ടാവും, അതിൽ നിന്ന് കുറച്ചവൻ കൊണ്ടുവരട്ടെ. ബിർസിഖിൻ മിൻഹു, നമുക്ക് വയറ് നിറയാനുള്ളത് മതിയല്ലോ അല്ലെ? ഒരുപാട് വേണ്ടല്ലോ എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. ഫൽ യഅ്തിക്കും ബിർസിഖിൻ മിൻഹു, അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം അവൻ കൊണ്ടുവരട്ടെ. അപ്പൊ എത്രത്തോളം സൂക്ഷ്മത അവർ പാലിക്കുന്നുണ്ട് നോക്കൂ. ഹലാലായ ഫുഡ്, കുറഞ്ഞ ഭക്ഷണം, ഇത് രണ്ടും അതിൽ പ്രധാനമാണ്. വിശന്നു എന്ന് വിചാരിച്ചിട്ട് വയറ് നിറച്ച് സുഭിക്ഷമായി കഴിക്കുക എന്നുള്ളതല്ല. അപ്പോൾ പോലും അവർ ചിന്തിക്കുന്നത് ഹലാലായ ഫുഡായിരിക്കണം, അത് കുറച്ച് മതി എന്നതാണ്. വല്യ തലത്തഫ്, വല്യ തലത്തഫ്, ലത്തീഫ എന്ന പദത്തിൽ നിന്നാണ് അത്. തലത്തഫ്, അവൻ സൂക്ഷ്മത പാലിക്കട്ടെ, ഒരു സൗമ്യമായി ശ്രദ്ധാലുവാകട്ടെ എന്നർത്ഥം. ലത്തീഫിന് നമ്മൾ ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ എന്നോട് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് അള്ളാഹു പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇവിടെ പറയുന്ന അതാണ്, സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി ശാന്തമായ ഒരവസ്ഥയിൽ അവൻ പോകണം. അവൻ ഈ ഭക്ഷണം അന്വേഷിക്കുന്നത് എങ്ങനെയായിരിക്കണം? ആരുടെയും ശ്രദ്ധയിൽ പെടരുത്. കാരണം എന്താ? ഇവർ ഒളിച്ചോടി വന്നതല്ലേ. ഇവര് രാജാവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചോടി വന്നതാണ്. ഇനി വിശന്ന് കഴിഞ്ഞിട്ട് ഫുഡ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷ്മതയോടെ പോകണം. വലാ യുഷ്ഇറന്ന ബിക്കും അഹദ, വലാ യുഷ്ഇറന്ന, അവൻ പറഞ്ഞു കൊടുക്കരുത്, അറിയിച്ചു കൊടുക്കരുത്, ബിക്കും, നിങ്ങളെക്കുറിച്ച്, അഹദൻ, ആരോടും നിങ്ങളെക്കുറിച്ച് പറയരുത്. നമ്മൾ പറയാറില്ലേ പരസ്പരം? ഇപ്പൊ ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ ഇനിയിപ്പോ അഥവാ നീ പിടിക്കപ്പെട്ടാലും നീ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ കുറിച്ച് പറയരുത് എന്നാണ് പറഞ്ഞത്. വലാ യുഷ്ഇറന്ന, അവൻ ഒരു നിലക്കും പറഞ്ഞു കൊടുക്കരുത്. ഷുഊർ, ഷിആറിന് ചിഹ്നം എന്ന് പറയും, ഒരു സൂചന പോലും കൊടുക്കരുത് എന്നർത്ഥം കേട്ടാ. ശരിക്കും പറഞ്ഞു കൊടുക്കരുത് വലാ യുഖ്ബിറന്ന എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ യുഷ്ഇറന്ന എന്ന് പറഞ്ഞാൽ ഒരു സൂചന പോലും അവൻ കൊടുക്കരുത്. ബിക്കും, നിങ്ങളെക്കുറിച്ച്, അഹദൻ, ആർക്കും ഒരു സൂചന പോലും കൊടുക്കരുത്. ഇന്നഹും, കാരണം എന്താണെന്നറിയോ? അങ്ങനെ ഒരു സൂചന പോലും കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഇന്നഹും, അവർ എന്ന് പറഞ്ഞാൽ ഈ രാജാവും ദഖ്യാനൂസ് രാജാവും അയാളുടെ സേവകരും പരിചാരകരും പട്ടാളക്കാരും ഒക്കെ ജനങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഈ യദ്ഹറു അലൈക്കും, നിങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം അവർക്ക് കിട്ടിയാൽ, ലഹറ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുക എന്നാണ്. ഈ യദ്ഹറു അലൈക്കും, നിങ്ങളുടെ മേൽ അവർ വെളിപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും വിവരം അവർക്ക് വന്നെത്തിയാൽ, യർജുമൂക്കും, റജമ യർജുമു എന്ന് പറഞ്ഞാൽ കല്ലെറിയുക എന്നാണ്. യർജുമൂക്കും സൂറത്ത് യാസീനിൽ പറയുന്നില്ല അത്? ലഇല്ലം തൻതഹു ലനർജുമന്നക്കും വലയമസ്സന്നക്കും മിൻ അദാബുൻ അലീം. അതാണ്, കല്ലെറിഞ്ഞു കളയും. ഔ യുഈദുക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഒന്നുകിൽ നിങ്ങളെ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ ഔ യുഈദുക്കും, അവർ നിങ്ങളെ മടക്കിക്കൊണ്ടു പോകും. ഫി മില്ലത്തിഹിം, അവരുടെ മാർഗത്തിലേക്ക്, അവരുടെ ആ ദീനിലേക്ക് എന്ത് ചെയ്യും? മടക്കിക്കൊണ്ടു പോകും. ഗർവാപ്പസി.
ഗർവാപ്പസി നടത്തും. ഗർവാപ്പസി നടത്തി കളയും. അതാണ് പറഞ്ഞത്. വലൻ തുഫ്ലിഹു, അപ്പോൾ നിങ്ങൾ വിജയിക്കുകയില്ല. ഇതൻ, അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ മടക്കിക്കൊണ്ട് ഗർവാപ്പസി നടത്തി കഴിഞ്ഞാൽ, നിങ്ങളുടെ മതത്തിൽ നിന്ന് തിരിച്ച് അവരുടെ മതത്തിലേക്ക് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ, വലൻ തുഫ്ലിഹു ഇതൻ അബദ, ഒരിക്കലും നിങ്ങൾ വിജയിക്കുകയില്ല തന്നെ. അതാണ് എൻ്റെ ഒരു വാക്കർത്ഥം കേട്ടാ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അൺട്രാവൽ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ആശയം, അള്ളാഹു ഉപയോഗിച്ച പദങ്ങളുടെ സൗന്ദര്യം, അതുപോലെ തന്നെ പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഇപ്പൊ നോക്ക്, ഈ ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി അതാണ്. ഇപ്പോ യൂസുഫ് നബിയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോ 7 വർഷം നിങ്ങൾ കൊയ്യണം. അപ്പൊ ആ കൊയ്യുമ്പോൾ 7 വർഷം നിങ്ങൾ പിന്നെ കൃഷി ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്നത് 7 വർഷം സൂക്ഷിച്ചു വെക്കണം. ഇങ്ങനെ കൃത്യമായി വർഷങ്ങളുടെ കണക്ക് പറഞ്ഞ അള്ളാഹു ഈ മനുഷ്യരുടെ എണ്ണം, അവരുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഇവര് താമസിച്ചത് എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇവരുടെ രാജ്യത്തിന്റെ പേരോ ആ രാജാവിന്റെ പേരോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പക്ഷെ അതേസമയം ഇവർ തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണം, അതാണ് എൻ്റെ പോയിന്റ്. ആ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റിരുന്നപ്പോ അവരാകെ പറഞ്ഞ 2-3 പോയിന്റുകൾ അള്ളാഹു ഇവിടെ പറഞ്ഞു. ഒന്ന്, ഇവര് പരസ്പരം ചോദിക്കാണ്, എന്ത്, നമ്മൾ എത്രയാണ് താമസിച്ചത്, അല്ലെ? കം ലഭിസ്തും, നിങ്ങൾ ഒരാൾ മറ്റൊരാളോട് ചോദിക്കണം, എത്ര താമസിച്ചു, താങ്കൾ എത്ര താമസിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര താമസിച്ചു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ചോദിക്കണത്. അപ്പൊ നമ്മൾ എന്ന അർത്ഥത്തിലാണ്, പ്രയോഗത്തിലാണ് നിങ്ങൾ എന്നുള്ളത്, പക്ഷെ ഉദ്ദേശം നമ്മളെല്ലാവരുമാണ്. അപ്പൊ അവർ പറയണ് യൗമൻ നൗബ അലയോ. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സംഭാഷണം അള്ളാഹു ഉദ്ധരിച്ചതിന്റെ പിന്നിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത്രയും നേരം ഉറങ്ങിയിട്ട് അവർ ആദ്യം സംസാരിച്ചത് ഇതായിരിക്കോ? എത്ര ഉറങ്ങിയെന്നാവോ? എത്ര നേരമായി ഇവിടെ തങ്ങിയെന്നാവൂലല്ലോ. എന്തായിരിക്കും നമ്മളുടെ രാജാവിന്റെയും കൂട്ടരുടെ അവസ്ഥ എന്നതായിരിക്കുമല്ലോ അവരുടെ ആദ്യത്തെ ചിന്ത, അല്ലെ? സ്വാഭാവികമായിട്ട്. കാരണം അവർ ആ ഗുഹയിലേക്ക് വന്ന എന്തിനാ? രാജാവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, അല്ലെ? രാജാവ് ഇവരെ കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്, എക്സിക്യൂഷനാണ് വിധിച്ചിട്ടുള്ളത്. ആ എക്സിക്യൂഷന്റെ പരിണതി എന്താണ് എന്ന് ഇവർക്ക് അറിയണമല്ലോ. അതറിയാനുള്ള ആ ഒരു അവസ്ഥ ആ തങ്ങളുടെ മേലുള്ള ശിക്ഷ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിണിത ഫലം എന്തായാലും ഭടന്മാർ ഇവിടെ എത്തിയോ, ഇതൊക്കെ ആയിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം അവരുടെ മറ്റ് സംഭാഷണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹു ആകെ പറയുന്ന 2 സംഭാഷണങ്ങളിൽ ഒന്ന് എന്താണ്, എത്ര കാലം താമസിച്ചു. എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? ഇത് മനുഷ്യർക്കുള്ള കൃത്യമായ ഒരു മെസ്സേജാണ്. അതായത് ഈ ഭൂമിയിലെ നിങ്ങളുടെ താമസം, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന കാലം 100 വർഷം, 90 വർഷം, 80 വർഷം ഒക്കെ നിങ്ങൾ ജീവിച്ചിട്ട് അവസാനം ഇവിടുന്ന് പോയി ഖബറിൽ കിടന്നിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ബർസഹിയായ ജീവിതത്തിൽ വർഷങ്ങളോളം, ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷം, അല്ലെ? ഇപ്പൊ ക്രിസ്താബ്ദം 2026 അതിനു മുമ്പ് BC കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് കോടാനുകോടി വർഷങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ ആളുകൾ ബർസഹിയായ ജീവിതത്തിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പരലോകത്ത് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യം ഇവരുടെ വായിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്, കം ലഭിസ്തും. എല്ലാവരുടെ മറുപടി എന്താ? ലഭിസ്ന യൗമൻ നൗബ അലയോ. അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവര് ഫുഡ്, വിശപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതിലും വലിയൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താന്ന് വെച്ചാല്, അതിനു മുമ്പ് ഈ ബാസ എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പൊ ഇവിടെ ബാസ എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ. എന്താ ബാസക്ക് അർത്ഥം പറഞ്ഞത്? ഒരാളെ അയക്കുക, വിത്ത്, അല്ലെ? ഇനി ഇതേ ഖുർആനിൽ വേറൊരു പദമുണ്ട്, അബസ്. അല്ല, അം ഹസിബ്തും അന്നാ ഖലഖ്നാകും അബസൻ. ബഅസല, കേട്ടാ, അബസൻ അങ്ങനെ പറയുന്നില്ല. അതേ സൂറത്തിലാ, അന്നാ ഖലഖ്നാകും അബസൻ. അങ്കബൂത്ത്. സൂറത്തുൽ അങ്കബൂത്തില്, അതെ, കറക്റ്റ്. അതായത് നാം നിങ്ങളെ സൃഷ്ടിച്ചത് അബസൻ, വെറുതെ ആണോ, വിത്തൗട്ട് പർപ്പസ്. അപ്പൊ നോക്കൂ, ഒറ്റ പദം, അല്ല, ഒരേ അക്ഷരങ്ങളുള്ള പദം, പക്ഷെ തിരിച്ചിട്ടപ്പോ നേരെ ഓപ്പോസിറ്റ് മീനിങ്. ബഅസ എന്ന് പറഞ്ഞാൽ സെൻഡ് വിത്ത് എ പർപ്പസ്, അബസ എന്ന് പറഞ്ഞാൽ സെൻഡ് വിത്തൗട്ട് എ പർപ്പസ്, വെറുതെ.
ഈ യുക്തിവാദികളും മതവിശ്വാസികളും പ്രത്യേകിച്ച് ഏകദൈവ വിശ്വാസികളായിട്ടുള്ള നമ്മളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ബഅസയിലും അബസയിലും ഉണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ അള്ളാഹു ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അള്ളാഹു ബഅസന അല്ലാഹ് എന്തിനാണ് നമ്മൾ അള്ളാഹു അയച്ചിട്ടുള്ളത്? വിത്ത് എ പർപ്പസ്. ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക ഭൂമിയിൽ. പക്ഷേ ദൈവം ഇല്ല എന്ന് പറയുന്നവരോ, നമ്മൾ അള്ളാഹു അബസ് ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അബസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എ പർപ്പസ്, ഒരു പർപ്പസും ഇല്ല. ഇവിടെ നമ്മൾ ജീവിക്കുന്നു, മരിച്ചു പോകുന്നു, അല്ലെ? നഹ്നു അല്ലെ, അങ്ങനെയാണല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരാ? റബലന മസലൻ മൻ യുഹിയൽ ഇളാമ വഹിയ റമീം, അല്ലെ? ഈ എല്ലൊക്കെ നുരുമ്പിച്ചു പോയതിനു ശേഷം പിന്നെ ആരാ ഇതിനെ ജീവിപ്പിക്കുക? അപ്പോ അതാണ് ദൈവനിഷേധികളുടെ വർത്തമാനം. പക്ഷെ ദൈവവിശ്വാസികളുടെ വർത്തമാനം എന്താ? അത് പർപ്പസ്. അപ്പൊ ഇവിടെ ഈ മനുഷ്യന് ഇവരിൽപ്പെട്ട ഒരാളെ അവരയക്കണം. അഹദക്കും എന്നാണ് പറയുന്നത്, ഒരാളെ, അല്ലെ? പക്ഷെ ആ ഒരാളെ അയച്ചപ്പോ അവര് രണ്ട് പണിയാണ് ഏൽപ്പിക്കണം. എന്തെന്നാ പറയണ? ഒന്ന്, ഏറ്റവും നല്ല ഫുഡ്, നല്ല അസ്കാത്തോ ആമൻ, നല്ല ഫുഡ് കൊണ്ടുവരണം, വളരെ ഹലാലായിട്ടുള്ള ഒരു ഫുഡ് കൊണ്ടുവരണം. രണ്ടാമത്തെ പണി എന്താ? ഒരു ആരെയും അറിയിക്കാതെ വളരെ സ്മൂത്ത് ആയിട്ട്, ഒരു ഡിസ്ക്രീറ്റ് ആയിട്ട് പോയിട്ട് വേണം ഇത് ചെയ്യാൻ. പക്ഷെ അവർക്ക് അറിയാത്തൊരു സംഗതിയാണ് അത്. പിന്നീട് നമ്മൾ അടുത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ, 21-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ അത് പറയുന്നുണ്ട്. വാസ്തവത്തിൽ എല്ലാവരും അവരെ അറിയണമല്ലോ. ഏത് പർപ്പസിനാണോ അവരെ അയച്ചത് ആ പർപ്പസിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. കാരണം എന്താ? ഇവർ വന്നിട്ടുള്ളത് 300 വർഷം മുമ്പത്തെ വേഷം, 300 വർഷം മുമ്പത്തെ നാണയം, അല്ലെ? ഇപ്പൊ വന്നിട്ട് ഇന്നത്തെ കാലത്ത് വന്നിട്ട് ഒരാൾ ഒരു ഷേക്സ്പീരിയൻ ഇംഗ്ലീഷ് നമ്മളോട് സംസാരിച്ച് എങ്ങനെ ഇരിക്കും? മനസ്സിലാവില്ല. നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ അയാളെ കളിയാക്കും. പഴയ മലയാളം, നമ്മളുടെ പഴയ ഭാഷ ഉണ്ടല്ലോ, അതൊക്കെ സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ പഴയ ഒരു പുസ്തകം എടുത്തു വായിച്ചു നോക്കിയേ. ഈ മനോരമ പത്രത്തിൽ ചിലപ്പോൾ കാണാം 100 വർഷം മുമ്പത്തെ ഒരു വാർത്ത. ചിലപ്പോൾ അത് വായിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അന്നത്തെ ഒരു ശൈലിയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ അടുത്ത് ചില ആളുകളൊക്കെ 60 വർഷം മുമ്പുള്ള കല്യാണ ലെറ്റർ, അല്ല, വെഡിങ് ഇൻവിറ്റേഷൻ, അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കാണാറുണ്ട്. തഫ്സീർ നോക്കിയാൽ മതി. ഖുറാന്റെ തഫ്സീർ ഇല്ലേ, അത് ഇംഗ്ലീഷിൽ മനസ്സിലാവുന്നേ ഇല്ല പഴയത്. ആ, അതെ അതെ. ഇതിലിപ്പോ ഒരാള് മിനുവൻ 105 ആ ആയത്തിനെ കുറിച്ചാണ് അബുല്ലൈസ് എഴുതിയേക്കണ. അബസൻ ആയത്തിന്റെ നമ്പറാണ് ഇട്ടേക്കണ, സൂറത്തുൽ മുഅ്മിനൂൻ. ഓക്കെ, എനിവേ അത് നമ്മളൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാട്ടാ, അതായിരിക്കണം അബസൻ എന്നുള്ളത്. അബസവത്തവല്ല എന്ന് പറയുന്ന അബസാണ്. എങ്ങനെ? അബസവത്തവല്ല എന്നുള്ള അതല്ല, അത് അബസ സീനാണ്. അബസ, മുഖം ചുളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് അബസ് കേട്ടാ. അത് നോക്കി, അത് നോക്ക്, നീ നോക്ക്. അതിപ്പോ തന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ശരിക്കും ഇവര് അയച്ച രണ്ട് പർപ്പസ്, അത് ഖുർആൻ എടുത്തു പറഞ്ഞത്. അതാണ് എന്റെ പോയിന്റ്. നമ്മൾ അതിനെ കുറിച്ചുള്ള ഡിസ്കഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എന്തുകൊണ്ടാണ് ഈ രണ്ട് സംഭാഷണങ്ങൾ അള്ളാഹു ഇവരുടെ ഇത്രയും വർഷം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഇവർ ഗുഹയുടെ അകത്ത് വെച്ച് നടത്തിയ ഈ രണ്ട് സംഭാഷണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് എന്തുകൊണ്ട് അള്ളാഹു എടുത്തു പറഞ്ഞു? അതിൽ ഒന്നാമത്തെ നമുക്ക് മനസ്സിലായി, അതെന്താണ്? പിന്നെ പരലോകവുമായി ബന്ധപ്പെട്ട്, പുനർജന്മവും അല്ലെങ്കിൽ നമ്മളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തത് നോക്കൂ, ഇവര് ഭൗതികമായ എല്ലാ സുഖങ്ങളും ത്യജിച്ചിട്ടാണല്ലോ ഗുഹയിൽ വന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭൗതികമായ എല്ലാ സൗകര്യങ്ങളൊക്കെ ത്യജിച്ചിട്ടാണ് ഇവർ ഗുഹയിൽ അഭയം തേടിയിട്ടുള്ളത്. പക്ഷേ ദ മൊമെന്റ് ദേ കെയിം ടു ദർ അവയർനെസ്, അവരുടെ അവയർനെസ്സിലേക്ക് അവർ വന്ന ആ നിമിഷം അവരെന്തിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഫുഡിനെ കുറിച്ച്. ചിലപ്പോൾ അവർ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് അവർക്കുള്ള നമസ്കാരം പടച്ചോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ ഇടയിലുള്ള അവർ നേരത്തെ പറഞ്ഞിരുന്ന അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ അള്ളാഹ് വിട്ട് കളഞ്ഞിട്ട് ഭക്ഷണം അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തായിരിക്കും അതിന്റെ ഒരു പർപ്പസ്? എനി ഗസ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും അതിന്റെ ആ ഭക്ഷണം? ആ സംഭാഷണം അല്ലല്ലോ അവിടെ നടന്നിട്ടുണ്ടാകുക. സ്വാഭാവികമായിട്ട് മറ്റ് സംഭാഷണങ്ങൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ടാവും ആ ഗുഹാമുഖത്ത്. ആ ഗുഹയുടെ അകത്ത് എഴുന്നേറ്റ ഉടനെ അവർ ഒരിക്കലും ഭക്ഷണം ലാസ്റ്റേ വരാൻ പാടുള്ളൂ. പക്ഷെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ച
അള്ളാഹു ഇവിടത്തേക്ക് കൊണ്ടുവന്നു അവരുടെ സംഭാഷണമായിട്ട്. വാട്ട് കുഡ് ബി ദി ഒബ്ജക്റ്റീവ്? എന്തായിരിക്കും അതിന്റെ ഒബ്ജക്റ്റീവ്? വിശപ്പാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് കുറച്ചു നേരം ഒന്ന് പോസ് ചെയ്യട്ടോ. ഫാസിൽ കുറച്ചൊന്ന് പോസ് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നതാണ്, അതായത് ഇവരുടെ കോൺവെർസേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കോൺവെർസേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞത് അൽ മുഅ്മിനൂൻ 115, ഷുഅറാ അല്ല അത് തഅബസൂൻ, അത് നേരത്തെ നമ്മൾ പറഞ്ഞതില് അഫ ഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, അത് നേരത്തെ പറഞ്ഞ അങ്കബൂത്ത് അല്ല, സൂറത്തുൽ മുഅ്മിനൂനിലെ 115 ആയത്താണ് കേട്ടാ. ഓക്കെ, പിന്നെ അതേപോലത്തെ അതേ മീനിങ്ങില് ഷുഅറാഇൽ 128 അത്തബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ എന്ന് പറയുന്നുണ്ട്. അതായത് അവര് അള്ളാഹുവിന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളെയും ഒരു പർപ്പസ് ഇല്ലാതെ അവഗണിച്ച് കളയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ തഅബസൂൻ എന്ന് പറഞ്ഞു. ഓക്കെ, അതല്ല അത് പിന്നെ ഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ എന്നതാണ് അങ്കബൂത്തിന്റെ ഫസ്റ്റ് ആയ. ഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ആളുകൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു അവരെ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ മേലിൽ മാത്രം പരീക്ഷിക്കാതെ വിട്ടുകളയും എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നതാണ് അത്. അവിടെ ഹസിബത്തും വേണം കേട്ടോ. എനിവേ, സോ നമ്മുടെ പോയിന്റിലേക്ക് വരാം. എന്താ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, ഇവരെന്തുകൊണ്ട് ഗുഹയിൽ വെച്ച് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. സോ നമ്മള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ അള്ളാഹുവിന്റെ ദീനിന്റെ വളരെ സുപ്രധാനമായ ഒരു പോയിന്റാണ് ഈ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ഒരു ബാലൻസ് ആയി നമ്മൾ കാണുന്നു എന്നുള്ളത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിക്കണം എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള സംഗതികളെ കൂടി മറന്നു കളഞ്ഞിട്ട് അതിനെല്ലാം വിട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരു ജീവിതത്തെ കുറിച്ച് അള്ളാഹു ഒരിക്കലും കൽപ്പിക്കുന്നില്ല. നോമ്പ് നമ്മൾ പിടിക്കുന്നു, നോമ്പ് പിടിക്കുമ്പോൾ തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണമെന്ന് റസൂല് പഠിപ്പിച്ചു, അല്ലെ? എന്താണ് ലാ യസാലു ഉമ്മത്തി ഫി ഖൈറിൻ, അല്ലെ? അവര് എന്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കും, അവര് ഇഫ്താറിന് വേണ്ടി ധൃതി കാണിക്കുന്നിടത്തോളം. എന്ന് പറഞ്ഞാൽ ഞാൻ നോമ്പ് പിടിച്ചിരിക്കുന്നു ഇതുവരെ, ഇനി കുറച്ചുകൂടെ പ്രതിഫലം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇശാ വരെ നോമ്പ് പിന്തിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? അല്ലെങ്കിൽ പറ്റുമോ? പറ്റൂല. മഗ്രിബ് ബാങ്ക് കൊടുത്ത പിന്നെ ഒരു നിമിഷം പിന്തിക്കാതെ നോമ്പ് പിന്നെ വിട്ടോളണം. അതുപോലെ തന്നെ സുഹൂർ, അത് ഏറ്റവും സുബഹിയുടെ തൊട്ട് മുമ്പ് വരെ, തൊട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ, അതാണല്ലോ ഒരു ഇംസാക്കിന്റെ ടൈം, അതുവരെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഇംസാക്ക് പിന്തിക്കണം എന്നുള്ളതാണ്. ഇംസാക്ക് പിന്തിക്കണം, ഇഫ്താർ നേരത്തെ ആക്കണം. അപ്പോൾ ഇതിന്റെ ഒരു ബാലൻസ് ആണ്. അതുപോലെ തന്നെ ഒരിക്കലും തുടർച്ചയായിട്ട് അങ്ങോട്ട് നോമ്പ് പിടിക്കാൻ പാടില്ല. ചിലപ്പോൾ നോമ്പ് പിടിക്കണം, ചിലപ്പോൾ സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് കേട്ടോ. സുന്നത്ത് നോമ്പുകൾ ഒരാൾ ജീവിതം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞല്ലോ, അതെന്റെ മാതൃകയല്ല. എല്ലാ പകലും നോമ്പ് അനുഷ്ഠിക്കാം. അവസാനം പറഞ്ഞു വേണമെങ്കിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കാം, അടുത്ത ദിവസം നോമ്പ് വിടാം. ഇപ്പൊ ഇത് ഈ ദീനിന്റെ വളരെ സുപ്രധാനമായ ഒരു അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഈ ഗുഹയുടെ അകത്തുള്ള സംഭാഷണം പറഞ്ഞപ്പോൾ ഒന്നാമത്തെ സംഭാഷണം അവരെന്തിനു ഉറങ്ങി അല്ലെങ്കിൽ എത്ര ഉറങ്ങി എന്നതിനെ കുറിച്ചും അത് പരലോകവുമായി ബന്ധിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലും, രണ്ടാമത്തെ സംഭാഷണം നമുക്കിനി എന്തെങ്കിലും കഴിക്കാം, നമ്മൾ പുറത്തു പോകുമ്പോഴും ഒക്കെ, അല്ലെ? 300 കൊല്ലമായിട്ട് ഒരു പട്ടറിയാണ്. അതെ, 300 കൊല്ലമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ആ 300 കൊല്ലത്തിൽ അവർക്ക് വേറെ എന്തൊക്കെ പറയാനുണ്ടാവും? കാരണം ഏറ്റവും പ്രധാനം അതാണല്ലോ, അവരെന്തിനാണ് വന്നത്? ആ പേടിയെക്കുറിച്ച്, രാജാവിനെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച്, അതൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഗുഹയില് അവർ എഴുന്നേറ്റിരുന്നിട്ട് ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് വിശപ്പ് വന്നത്. വയറ് കാണാൻ തുടങ്ങിയപ്പോൾ എന്നാ പിന്നെ നമുക്കൊരു പണി ചെയ്യാം, ഒരാളയക്കാം. പിന്നെ അതിലും ഇൻട്രസ്റ്റിംഗ് ആണ് വേറൊരു സംഗതി വെച്ചാൽ, നോക്കൂ, ഇവര് ഏറ്റവും നല്ല ഒരാളാണ് തിരഞ്ഞെടുക്കണം, അല്ലെ? ഫബഅസു അഹദക്കും, അതുവരെ പറയണം അള്ളാഹു, ഒരാളയക്കൂ. ആ ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം? നല്ല ഭക്ഷണം കൊണ്ടുവരണം. അവിടെ ഉള്ള ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് തുർക്കിഷ് ആണോ, ലബനീസ് ആണോ, ചൈനീസ് ആണോ, യൂറോപ്യൻ ആണോ, ഇതൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം അയാള്. അസ്ഗാത്ത് ആമൻ, ഏറ്റവും നല്ല പ്യുവർ ആയിട്ടുള്ള ഫുഡ്, അത് ഹലാൽ എന്നുള്ള അർത്ഥത്തിലും ആകാം, ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എന്നും ആവാം, രണ്ടും ആവാം. പ്യുവർ അസ്ഗ, അല്ലെ?
പിന്നെ വലിയ എത്തിക്കും ബിരിസക്കും മിൻഹു, കഴിക്കാൻ പറ്റിയ കോലത്തിൽ കുറച്ചാണെങ്കിലും നല്ലതായിട്ടുള്ള ഫുഡ് കൊണ്ടുവരണം. അപ്പം ആ ഒരു യുവാക്കളുടെ ആ നേച്ചറിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറഞ്ഞു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം അവർ പറഞ്ഞു എന്ത്, നിങ്ങൾ എന്ത് ചെയ്യണം, വലിയ തലത്തഫ്, ഈ പോകുന്ന ആള് വളരെ സൗമ്യമായിട്ട് പെരുമാറണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ശ്രദ്ധയിൽ പെടാതെ പോകണം. അവർക്കറിയില്ല ഞങ്ങൾ എത്ര വർഷം ഉറങ്ങിയെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ ആ സിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ ഇവരുടെ വസ്ത്രവിധാനം വേഷവിധാനമൊക്കെ മാറിയിട്ടുണ്ടതിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സംഭാഷണം, അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് എടുത്തു പറഞ്ഞ ഈ സംഭാഷണം വിത്ത് പർപ്പസ് ആണ് എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ കദാലിക്ക എന്ന് പറഞ്ഞതിനെ കുറിച്ച്, കദാലിക്ക ബഅസ്നാഹും, അതും ഒരു പർപ്പസിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അത് വക്കദാലിക്ക ബഅസ്നാഹും, അപ്രകാരം നമ്മൾ അതിന് നേരത്തെ അർത്ഥം പറയുന്നത് വക്കമാ അർഖദ്നാഹും, എങ്ങനെയാണോ നാം അവരെ ഉറക്കിയത് അതുപോലെ നാം അവരെ എഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു ശരിക്കും അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ പർപ്പസ് ഉണ്ട്. ആ ഒരു പർപ്പസിലേക്ക് അവരെ എത്തിച്ചു എന്ന അർത്ഥത്തിലാണ് കദാലിക്ക ഉപയോഗിച്ചത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടാ. എന്നുള്ളത് ഖുറാനിലെ നടുക്കുള്ള വാക്കാണ്. അത് നമ്മൾ ഇത് തുടക്കത്തിൽ പറഞ്ഞു. നിങ്ങൾ ഇത്തിരി വൈകിയ ജോയിൻ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ആദ്യത്തെ ഓതി ഫസ്റ്റിൽ ഓതിയപ്പോ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. അത് ശരിയാണ്. മുസഫിന്റെ ഏറ്റവും നടുക്കുള്ള ഒരു പദമാണ് വല്യത്തലത്തഫ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത്തരം ദീർഘമായ ചില പദങ്ങളുണ്ട്. ഉദാഹരണത്തിന് അനുൽസിമുക്കുമൂഹും എന്ന് പറഞ്ഞ ഒരു പദം, ഫസയക്ഫീകഹുമുല്ലാ, ഇതൊക്കെ ഖുർആനിലെ ഏറ്റവും നീണ്ട പദങ്ങളാണ്. അതിൽ പെട്ടതാണ് വലിയ തലത്തഫ് എന്നൊക്കെ. അതായത് അക്ഷരങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ പദങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പദമാണത്. നമ്പർ 3 or 4 ഒക്കെ ആയിട്ട് വരുന്ന ഒരു പദമാണത്. ഏറ്റവും നീണ്ട പദം അനുൽസിമുക്കുമൂഹും എന്നുള്ളതാണ്. അതില് രണ്ടാമത്താണ് ഫസയക്ഫീകഹുമുല്ലാ, അങ്ങനെയുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. അതായത് നമ്മൾ ആ പറഞ്ഞു തീർത്തോട്ട് കുറച്ചും കൂടെ ഒന്ന് അതിലൂടെ ആഡ് ചെയ്ത് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലാകുമ്പോൾ പോലും എല്ലാം ത്യജിച്ചിട്ട് ആ ഗുഹയിൽ അഭയം തേടിയ ആ സന്ദർഭത്തിൽ പോലും ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചുള്ള വിസ്മൃതി അവർക്കില്ല. അതിന്റെ അർത്ഥം ചില ആളുകൾ ഈ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മറന്നുപോകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നലി ജസദിക അലൈക ഹഖ്, നിന്റെ ശരീരത്തിന് നിന്നോട് ചില അവകാശം. ശരീരത്തിന്റെ അവസ്ഥ മറന്നിട്ട് അത് ചെയ്യരുത്. നമസ്കാരം പോലും ഒരു പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ ഉറങ്ങി വീഴാതിരിക്കാൻ വേണ്ടി കയറ് കെട്ടിയിരിക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയപ്പെട്ടു. പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാളാണ് അത് ചെയ്തത്. നമസ്കരിക്കുമ്പോൾ ഉറങ്ങി വീണു പോകാതിരിക്കാൻ വേണ്ടി ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ റസൂല് പറഞ്ഞ കയറ് അഴിച്ചുകളാ. ഉറക്കം വരുമ്പോ ഉറങ്ങിക്കോ. ഉറക്കം ഇല്ലാത്തപ്പോ അല്ലെങ്കിൽ ഉറക്കം നന്നായി ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിച്ചാൽ മതി. അപ്പൊ നേരത്തെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നമസ്കരിച്ചോ എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോ ഒരു പോയിന്റ്. 2, അത് നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബത്തിന്റെ ചില ആളുകൾ ഭൗതികമായ കാര്യങ്ങൾക്കാണ് അത് കൂടുതൽ ചെയ്യുക. കുടുംബത്തിന്റെ അവകാശങ്ങളൊക്കെ മറന്നിട്ട് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടും. ദീനിന്റെ കാര്യത്തിലും അത് പറ്റൂല. ദീൻ പ്രചരിപ്പിക്കാനോ ദീൻ പ്രൊമോട്ട് ചെയ്യാനോ പോകുന്ന ആളുകൾ, അതിനുവേണ്ടി ദീനിൽ ആക്ടിവിസ്റ്റ് ഉള്ള ആളുകൾ തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ മറന്നിട്ട്, കുടുംബത്തിന്റെ അവസ്ഥ മറന്നിട്ട്, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ളവരുടെ തർബിയത്ത് മറന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കൂടുതൽ പോകാൻ പാടില്ല. അതും അവിടെയും അവകാശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ്. അപ്പൊ ചെറിയ ചെറിയ സംഗതികളിൽ വരെ ഒരു ഗ്രേറ്റ് പർപ്പസ് ഉണ്ട് എന്നതാണ് ഈ സംഗതി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞതിലൂടെ ഇവർ നടത്തിയ സംഭാഷണങ്ങളുടെ ദീർഘമായ സംഭാഷണങ്ങൾ അവിടെ നടന്നിരിക്കാം. അതിൽ നിന്ന് വളരെ ചെറിയ ഒരു ഭക്ഷണത്തിന്റെ കാര്യം അള്ളാഹു എടുത്തു പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഈവൻ എ സ്മോൾ തിങ് ഇറ്റ് ക്യാൻ ഹാവ് എ ഗ്രേറ്റ് പർപ്പസ്. അതാണ്, ആ പാഠമാണ് അള്ളാഹു
പഠിപ്പിക്കുന്നത് കേട്ടാ. പിന്നെ ആം, ആ ഈ ഈ ആളയക്കുന്നിടത്ത് പോലും അവരൊരു ഒരു ഒരു റുഷ്ദ് കാണിക്കുന്നുണ്ട് അല്ലെ. അയാള് എന്താണ് അയാൾ ചെയ്യണത്? ഏറ്റവും നല്ല അസ്ക ആയിട്ടുള്ള താമ് കൊണ്ടുവരണം, റിസ്ക് കൊണ്ടുവരണം, കുറച്ച് ഓവർ സ്പെൻഡ് ചെയ്യരുത്. അപ്പൊ ഇത് നമ്മൾ ഒരു പിന്നെ ഓരോ കാര്യങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും ജീവിതത്തിന്റെ, അത് ഭൗതിക കാര്യമാകട്ടെ ദീനിന്റെ വിഷയമാകട്ടെ, ഓരോരുത്തരെയും അവർക്ക് പറ്റിയ റോളുകളിൽ അവരെ നിർത്തണം എന്നുള്ളതാണ് പ്രധാനം. അതായത് നമ്മുടെ വീടിന്റെ കാര്യങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ, നമ്മളുടെ പ്രസ്ഥാനം, അങ്ങനെ ഉണ്ടല്ലോ ദീനി പ്രസ്ഥാനങ്ങൾ, ദീനി സംഘടനകൾ, അത്തരം സംരംഭങ്ങൾ, ഇതൊക്കെ മാനേജ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോന്നിനെയും ഏൽപ്പിക്കുന്ന ആളുകൾ അമാനത്തുള്ളവരായിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. അവര് ആ ഏൽപ്പിക്കുന്ന സംഗതികളിൽ സൂക്ഷ്മത പുലർത്തുന്നവരായിരിക്കണം. ആ പാഠം കൂടി നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പാഠം, ഇവര് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ മാർഗത്തിലല്ലേ. അപ്പൊ നമ്മൾ പോയിട്ട് ആ ഭക്ഷണമൊക്കെ കൊണ്ട് മേടിച്ചു പോര്, പടച്ചോ നമ്മളെ രക്ഷിച്ചോളും എന്ന് വിചാരിച്ചോ അവര്? ഏതായാലും അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ഓടി അല്ലെ, അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ രാജാവ് ഉപദ്രവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓടിപ്പോന്നാണല്ലോ. ഇനിയിപ്പോ ഭക്ഷണം മേടിക്കാൻ പോകുമ്പോ അതൊന്നും പരിഗണിക്കേണ്ടതില്ല, പോയിട്ട് മേടിച്ചു വരാൻ പറഞ്ഞോ? അങ്ങനെയല്ല പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? സൂക്ഷ്മത പാലിക്കണം. നമ്മൾ ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഒരു ഒളിവ് സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ശ്രദ്ധയിൽപ്പെടാതെ, പിടിക്കപ്പെടാതെ പോകണം. അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ആസൂത്രണ മികവ്, സൂക്ഷ്മത എല്ലാം വിളിച്ചു പറയരുത്. ചില ആളുകൾ അള്ളാന്റെ കാര്യമല്ലേ, നമുക്ക് വേണ്ടതും വേണ്ടാത്തോടത്തും ഒക്കെ അങ്ങനെയല്ല. അതിനൊക്കെ എന്ത് വേണം? ഓരോ സന്ദർഭത്തിനനുസരിച്ച് ലിക്കുല്ലി മക്കാമിൻ മക്കാൽ. എന്താർത്ഥം? ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ പറയണം. ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവണം, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ. ഇപ്പോൾ ഇന്ത്യയിലെ പോലുള്ള ഒരു മൾട്ടി കൾച്ചറൽ, ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എപ്പോ എന്തൊക്കെ പറയണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലായ്പ്പോഴും നമുക്ക് തോന്നിയതൊക്കെ നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലായ്പ്പോഴും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് അതിൻ്റെ അകത്തൊക്കെ ഒരു സൂക്ഷ്മതയും ഹിക്മത്തും ഒക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് വേണമെന്ന സംഗതി കൂടി ഇവരെ ഈ ഭക്ഷണത്തിന് വേണ്ടി അയക്കുമ്പോൾ സൂക്ഷിക്കണം. വല്യതലത്തഫ് വലാ യുഷ്ഇറന്ന ബിക്കും അഹദ. ആ പദം നോക്കൂ, യുഷ്ഇറന്ന, നിങ്ങളെക്കുറിച്ചുള്ള ഇവിടെ ബാക്കി. ഇനി അഥവാ നീ പിടിക്കപ്പെട്ടാൽ പോലും എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കരുതെന്നാണ് പറയണം. ഷിആർ എന്ന് പറഞ്ഞാൽ എന്താ? സൂചന, ചിഹ്നം. ഇവരിലേക്ക് ചൂണ്ടുന്ന ഒരു സംഗതിയും നീ അവരോട് പറയരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ഈ പിന്നെ എല്ലാ ഈവൻ ആ ഒരു എക്സാമ്പിൾ ഇത്തിരി തെറ്റാണെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ കൊള്ളക്കാര്, ഈ ചാരന്മാരൊക്കെ ഉണ്ടല്ലോ, ചാരവലയത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്ന നിർദ്ദേശം എന്താ? നീ അഥവാ പിടിച്ച് കൊല്ലപ്പെട്ടാലും ആർക്ക് വേണ്ടിയാണ് ഈ ചാരപ്രവൃത്തി നടത്തുന്നത് പറയരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്. പക്ഷെ പലപ്പോഴും അത് മനസ്സിലാവും. പക്ഷെ അതൊരു അവരുടെ ഇടയിലുള്ള കൊള്ളസംഘങ്ങളും ചാരസംഘങ്ങളും ഒക്കെ അതുപോലും ഈ നല്ല പ്രവൃത്തിയുടെ സന്ദർഭത്തിലും അത്തരം ചില സൂക്ഷ്മതകൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷ്മതയും ഒക്കെ വേണം. ഹർബ് ഹീലത്താണെന്ന് പറയല്ലേ. യുദ്ധം ഒരു തന്ത്രമാണ്. അപ്പൊ യുദ്ധം ഒരർത്ഥത്തിൽ ഇവർ യുദ്ധമുഖത്താണല്ലോ. ഇവർക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുകയാണ്. ഇവർ കുറച്ചു പേരേ ഉള്ളൂ, മറ്റൊരു ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ കുറച്ചു പേർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇവരുടെ പരിസരത്തെക്കുറിച്ച്, ഇവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിയാതിരിക്കാനുള്ള സൂക്ഷ്മത, നമ്മളാൽ കഴിയുന്ന സൂക്ഷ്മത നമ്മൾ പാലിക്കണം എന്ന രൂപത്തിലാണ് വലാ യുഷ്ഇറന്ന ബിക്കും അഹദ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ കാരണം പറയണത് എന്താ? ഇന്നഹും ഇൻ യദ്ഹറു അലൈക്കും, അഥവാ അവർ നിങ്ങളെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞാൽ, അതിന്റെ കാരണം പറയണ്, അങ്ങനെ അറിഞ്ഞാൽ അവർ നിങ്ങളെ സ്റ്റോൺ ടു ഡെത്ത് യർജുമൂക്കും, നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലും. അതല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ മടക്കിക്കൊണ്ടുവരും. ഈ യദ്ഹറു അലൈക്കും കേട്ടാ. ലഹറ അലക്ക്
ഓവർ പവർ എന്ന അർത്ഥമുണ്ട്, വിജയിക്കുക, ഒരു സംഗതിയുടെ മേൽ വിജയിക്കുക. ഇപ്പോൾ സൂറത്തു സഫിലെ അവസാനത്തെ ഭാഗത്ത് പറയുന്നില്ലേ, ഫഅസ്ബഹു ലാഹിരീൻ, ഫഅസ്ബഹു ലാഹിരീൻ, അവര് വിജയിച്ചു. ഒരു വിഭാഗത്തെ അള്ളാഹു സഹായിച്ചു, വേറൊരു വിഭാഗത്തെ പരാജയപ്പെടുത്തി. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ലാഹിരി എന്നാണ്. അപ്പോൾ ലഹറക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മേൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം കൊടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾ സൃഷ്ടിക്കരുത്. മനസ്സിലാ? നിങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പോകുന്ന ആള് ഏതെങ്കിലും സൂചന ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ കൊടുത്താൽ അവിടെ സാധ്യത എന്താ? അവർ നിങ്ങളെ അതിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് യൽഹറു അലൈക്കും എന്നത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അത്രത്തോളം അവർക്കെതിരെയുള്ള അക്രമം, അവർക്കെതിരെയുള്ള ഗൂഢാലോചനകളും അത്രയും സ്ട്രോങ് ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സൂചനയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവരുടെ നാശത്തിൽ കലാശിക്കും. ഒരു മോബ് ലിഞ്ചിങ്ങിൽ കലാശിക്കും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. റജമ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കൂട്ടായിട്ട് ഇന്ന് കല്ലെറിയലല്ലേ. ഇന്നിപ്പം നടക്കുന്ന മോബ് ലിഞ്ചിങ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ടം ഒന്നായിട്ട് വന്ന് നിങ്ങളെ കല്ലെറിയുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അത് സംഭവിച്ചിട്ടില്ല. കാരണം എന്താ? ആ 300 വർഷം കൊണ്ട് അവിടുത്തെ ജനത മാറിയിരുന്നു, അവർ വിശ്വാസികളായി മാറിയിരുന്നു. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് 21-ാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടാ. അപ്പൊ ഇവർക്ക് ആ മാറിയ സാഹചര്യത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഏത് സന്ദർഭത്തിലാണോ അവർ ഗുഹയിൽ പ്രവേശിച്ചത്, ആ ഗുഹയിലെ എത്തിപ്പെട്ട അതേ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടാ. ഈ വേറൊരു സംഗതി, ഈ യർജുമുക്കും എന്ന് പറയുന്നിടത്ത് ഈ പ്രോപ്പഗണ്ടയുടെ ഒരു പവർ ഓഫ് പ്രോപ്പഗണ്ട, ഈ പ്രചരണങ്ങളുടെ ഒരു ശക്തി അതാണ്. ഇപ്പോൾ അവരെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാം, അല്ലെ? വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാം എന്ന് പറയുന്ന ആളുണ്ട്. പിന്നെ അവർ വോട്ട് ചെയ്ത പാറ്റേൺ കണ്ടാൽ തിരിച്ചറിയാന്ന് പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ, അല്ലെ? മലപ്പുറത്തും കാസർഗോഡും ഒക്കെ വോട്ട് ചെയ്തവരെ കണ്ടാൽ തിരിച്ചറിയാന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ ഈ പ്രോപ്പഗണ്ട ശരിക്കും ഒരുതരം കല്ലേറാണ്, റജുമാണത്. കാരണം അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ഇവരൊക്കെ പേടിക്കേണ്ടവരാണ്, ഇവരെ കല്ലെറിയേണ്ടവരാണ് എന്ന മാർക്കിംഗ് ആണ് നടക്കുന്നത്. അത് സൂക്ഷിക്കണം എന്നതുകൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സൂക്ഷിക്കണം? അവരെ പേടിച്ച് നമ്മുടെ വിശ്വാസം മാറണമെന്നല്ല, അത് നേരെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞതിൻ്റെ. കാരണം നിങ്ങളുടെ വിശ്വാസത്തിൽ മാറി അവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം വേണ്ട യുക്തിയും വേണ്ട ഹിക്മത്തും സൂക്ഷ്മതയും തലത്തുഫ് വേണം. വലിയ തലത്തഫ്, സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനുള്ള ഒരു യുക്തിയൊക്കെ നമുക്ക് വേണം എന്നതാണ് ഇത്തരം പ്രോപ്പഗണ്ടകളെ നേരിടാനുള്ള പ്രധാനപ്പെട്ട വഴി എന്നതാണ് കേട്ടോ. കാരണം ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്ന ഒരു ഏർപ്പാടാണ് ഇന്നത്തെ കാലത്തുള്ളത്. മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ജാതി, ഇതാണ് വർഗം, അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ പരസ്പരം സുന്നി ജമാഅത്ത് മുജാഹിദ് അങ്ങോട്ടും കൂടെ ഒക്കെ തല്ലുകൂടി നമ്മൾ തന്നെ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കരുത്. അതുകൂടി ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മുസ്ലിം എന്ന ഒരൊറ്റ പോയിന്റിലാണ് അവരൊക്കെ യോജിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളായിട്ട് അടുത്ത് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമില്ല, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമായിട്ട് ബന്ധമില്ല, നിങ്ങളാണ് എന്ന് പറഞ്ഞ് തർക്കിച്ച് പരസ്പരം ഒറ്റിക്കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറരുത്. വലിയ തലത്തഫ്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ സൗമ്യത പുലർത്തണം, നിങ്ങളുടെ വിശ്വാസം തന്നെ മോഷ്ടിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇത് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് അള്ളാഹു ഇത്തരം ചില സംഭാഷണങ്ങൾ മാത്രം എടുത്തു പറഞ്ഞു? അത് എല്ലാ കാലത്തും ഈ മുസ്ലിം സമൂഹത്തിന് പാഠമായിക്കൊണ്ട് ഈ ഖുർആനിൽ വായിക്കപ്പെടണം എന്ന് അള്ളാഹു തീരുമാനിച്ചുകൊണ്ടാണ് അത്തരം സംഭാഷണം മാത്രം എടുത്തു പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഈ ഒരുപാട് സംഭാഷണങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാകും, അതൊന്നും അള്ളാഹു പറയുന്നില്ല എന്നുള്ളതാണ്. ഈ യുഈദു എന്ന് പറഞ്ഞതിൽ മടക്കിക്കൊണ്ടുവരിക എന്നതാണ്. അപ്പൊ അവരുടെ ആ ജനവിഭാഗത്തിന്റെ മതം അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭീഷണി അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള പോയിന്റ് നമുക്ക് അതിൽ നിന്ന് വളരെ വ്യക്തമാകും. അതുപോലെ തന്നെ മില്ലത്ത്, ദീൻ എന്ന് പറയാതെ മില്ലത്ത് എന്ന് പറഞ്ഞു. അത് സാധാരണഗതിയിൽ മില്ലത്ത് എന്ന് പറയാൻ കാരണം ഫീ മില്ലത്തിഹിം എന്നാണ്. അതായത് അവരുടെ ആ ജനതയുടെ
ആ ജനതയുടെ മില്ലത്തിനോട് ഇവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അതിലായിരുന്നല്ലോ അവർ ഇതുവരെ ജീവിച്ചത്. ആ ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ കുറിക്കാനാണ് മില്ലത്ത് പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മില്ലത്തിലാണ് നമ്മൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, മില്ലത്ത് അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. നിങ്ങളെ മുസ്ലിം എന്ന് നാമകരണം ചെയ്ത ആരാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ആ ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായിട്ടുള്ള ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് അള്ളാഹു പറയുന്നത്. അപ്പോൾ ദീൻ എന്ന് പറയാതെ മില്ലത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഇവർക്ക് ആ മതത്തിൽ നിന്ന് പുറത്തു പോന്നിട്ടും ആ അറ്റാച്ച്മെന്റ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ മില്ലത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇവർക്ക് താല്പര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്, അല്ലെ? ഈദുക്കും ഫി മില്ലത്തിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദ. ഒരിക്കലും പിന്നെ നിങ്ങൾ വിജയിക്കുകയില്ല എന്ന് അവർ പറയുന്നതിലൂടെ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എന്തില്ല, അതിൽ താല്പര്യമില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് പോസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. ഒന്ന്, ഇവർ എറിഞ്ഞ് കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടും. പക്ഷെ ഇവര് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടാലും, കല്ലെറിഞ്ഞ് വേണമെങ്കിൽ കൊല്ലപ്പെട്ടോട്ടെ, പക്ഷെ വിശ്വാസം നഷ്ടപ്പെടും. രണ്ടിനും പ്രാധാന്യം കൊടുക്കണം ചില സന്ദർഭങ്ങളിൽ. അതായത് നമുക്ക് ഇപ്പൊ ഇവൻ നോക്കി, ഈ സൂറത്തുൽ കഹ്ഫ് ആരിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഓതാൻ പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ കഹ്ഫ് ഓതണം. ആരിൽ നിന്ന് രക്ഷപ്പെടാൻ? ദജ്ജാലിനെ നേരിട്ട് പോയി അഭിമുഖീകരിക്കാൻ റസൂൽ പറയുന്നുണ്ടോ? ദജ്ജാലിനെ നിങ്ങൾ ഈ സൂറത്തുൽ കഹ്ഫായിട്ട് പോയിട്ട് അങ്ങോട്ട് ഏറ്റുമുട്ടണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അഥവാ ദജ്ജാലിനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്നാ പറയുന്നത് ഹദീസിൽ. അതിന് ഉപയോഗിച്ച പദം എന്താണ്, ഞാൻ ഓർക്കുന്നില്ല അറബിയില്. നിങ്ങൾ അഥവാ അതിറക്കു, അതാണ് അതിറക്ക എന്നുള്ള പദമാണ്. അതിറക്ക എന്ന് പറഞ്ഞാൽ ദജ്ജാലിനെ വഴിയിലെങ്ങും വെച്ച് നിങ്ങളിങ്ങനെ അന്ത്യനാളിന്റെ സന്ദർഭത്തിൽ ദജ്ജാലിങ്ങനെ ഇറങ്ങി വരുമ്പോ നിങ്ങൾ എങ്ങോട്ടെന്നില്ലാതെ പരക്കം പായാണ്. ആ പരക്കം പായുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് ദജ്ജാലിനെ കണ്ടുമുട്ടിയാൽ എന്തോതണം? കഹ്ഫ് കയ്യിലുണ്ട് വിചാരിച്ചിട്ട് പോയിട്ട് എവിടെടാ ദജ്ജാല് എന്നും വിചാരിച്ചിട്ട് കയ്യിലുള്ള വാക്കത്തിയും തോക്കും ഒക്കെ എടുത്തിട്ട് ദജ്ജാലിനെ പോയി ഏറ്റുമുട്ടണമെന്ന് റസൂല് പറയുന്നില്ല. എന്തുകൊണ്ടാ? ചിലപ്പോ ഏറ്റുമുട്ടിയാൽ പിടിച്ചേക്കാൻ പറ്റില്ല. ഇപ്പൊ അതായത് വലിയൊരു ശക്തിയോട്, ഈ അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വരുന്ന വലിയ ശക്തികളോട് ചിലപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? യുക്തിഭദ്രമായി പ്രതികരിക്കേണ്ടി വരും. നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് പറ്റില്ല. എർജുമൂക്കും, അവർ നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള സാധ്യത ഉള്ളിടത്ത് ചിലപ്പോൾ പിൻവാങ്ങേണ്ടി വരും. പിൻവാങ്ങുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പേടിച്ച് ഒളിച്ചോടി പോവുക എന്നല്ല, മറിച്ച് നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ, ഫി മില്ലത്തിഹിം, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് യുദ്ധത്തിൽ വരാൻ അനുവദിച്ചിട്ടുണ്ടല്ലോ. എല്ലാം മുത്തഹയ്യിസൻ ലിഖിതാൽ, ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് പിന്തിരിയാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു പൊസിഷനിലൂടെ ആക്രമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞു പോകാം. അതിന് ഏറ്റവും വലിയ തന്ത്രജ്ഞനായിരുന്നു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധതന്ത്രത്തെക്കുറിച്ച് വേറെ തന്നെ പഠിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ആനുഷംഗികമായിട്ട് പറയണം, സാന്ദർഭികമായിട്ട് പറയാണ്. അദ്ദേഹം യുദ്ധത്തിൽ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി പിൻവാങ്ങലാണ് പണി എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങോട്ട് പിൻവാങ്ങും. അപ്പൊ ശത്രുവിന് തോന്നും ഞങ്ങൾ വിജയിക്കേണ്ടത്. അങ്ങനെ തോന്നുമ്പോൾ പോയി തിരിച്ചടിക്കും. ഉഹദ് യുദ്ധത്തിലൊക്കെ സ്വീകരിച്ച അന്നേരം പിന്നെ മുശ്രിക്കുകളുടെ ഭാഗത്തായിരുന്നു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അപാരമായ, ഇന്നത്തെ കാലത്ത് പോലും യുദ്ധതന്ത്രത്തിൽ പഠിക്കേണ്ട ആളാണ്. ഞാൻ അത് പറയാൻ കാരണം വെച്ചാല് ചിലപ്പോൾ പിൻവാങ്ങേണ്ടി വരും, സംവാദങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും, തർക്കവിതർക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും, നേരിട്ടുള്ള ഏറ്റുമുട്ടല്. ഇപ്പൊ നോക്ക്, അമേരിക്ക പോലത്തെ ഒരു വലിയ മിലിറ്ററി പവർ, അവരോട് ഇപ്പൊ ഗസം ഇസ്രായേൽ എടുത്തോ, പലസ്തീനികള്, അവർക്ക് എപ്പോഴും അവരായിട്ട് ഏറ്റുമുട്ടി നിൽക്കാനാവില്ല. അപ്പൊ ചിലപ്പോൾ സമാധാന സംഭാഷണങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് അവര് ചെറിയ ചെറിയ രൂപത്തിലുള്ള ഏറ്റുമുട്ടല്, ബന്ദികളെ പിടിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. കാരണം എല്ലാ ശക്തിയും അപ്പുറത്താണ്. അപ്പൊ ചിലപ്പോൾ പിൻവാങ്ങേണ്ടി വരും, ചിലപ്പോൾ പോയിട്ട് അടിക്കേണ്ടി വരും. ഇതെല്ലാം യോജിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നൊന്നും പുറത്ത് നിൽക്കുന്ന നമുക്ക് പറയാൻ പറ്റിക്കോണമെന്നില്ല. അവിടെ ആ ഓരോ സന്ദർഭത്തിലും ഉൾപ്പെട്ട ആളുകൾ അവർ ചെയ്യേണ്ട പണിയാണത്. അതാണ് വാസ്തവത്തിൽ ഈ ഗുഹാവാസികൾ പറയുന്നത്. നിങ്ങൾ അവരുടെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കണം, തന്ത്രപരമായിട്ട് പോയിട്ട് ഭക്ഷണം വാങ്ങി വരണം. അഥവാ നിന്നെ ആരെങ്കിലും പിടിച്ചാൽ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എന്താ സംഭവിക്കുക?
യർജുമൂക്കും, ഒന്നുകിൽ നിന്നെ കല്ലെറിയും, അല്ലെങ്കിൽ നമ്മുടെ ഈ മതത്തിൽ നിന്ന് നമ്മളെ പിന്മാറ്റിയിട്ട് അവരുടെ മതത്തിലേക്ക് ചേർക്കും. സൂക്ഷിക്കണം. എല്ലാ കാലത്തും പാഠമാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് അള്ളാഹ് കഥ പറയുന്നത്? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അവരുടെ കഥ ഞാൻ പറയുന്നത് സത്യസന്ധമായി, വസ്തുനിഷ്ഠമായി പറയുന്നു, പർപ്പസ്ഫുള്ളി പറയുന്നു, ലക്ഷ്യബോധത്തോടു കൂടി കഥ പറയുന്നു. ഖുർആന്റെ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കഥയിലെ ഓരോ സംഭാഷണങ്ങളും, ബാക്കി എല്ലാ ഡീറ്റെയിൽസും വിട്ടാലും ചെറിയ ചെറിയ സംഭാഷണങ്ങൾ വരെ അള്ളാഹു പറഞ്ഞു തരുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ഇത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ. ഫിത്നയെ ഹെഡിന് നേരിട്ട്, ഇപ്പൊ അതും കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. യുക്തിവാദികളായിട്ട് നമുക്ക് തർക്കിക്കാൻ പോകണം. നമ്മൾ ആദ്യം തന്നെ യുക്തിവാദം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്കാണ്. ദീൻ പഠിച്ചിട്ട് വേണം യുക്തിവാദം പഠിക്കാൻ പോകാൻ. നിരീശ്വരവാദികളായിട്ട് ഇന്നത്തെ പല നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ പറ്റാതാണ്. നിരീശ്വരവാദികളായിട്ട് തർക്കിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് തർക്കിക്കാൻ പോകും. പക്ഷെ ആ ആദ്യത്തെ തർക്കത്തിൽ തന്നെ ഇവൻ തലതിരിയും. കാരണം എന്താ? ഇവനൊന്നും അറിയില്ല. അപ്പോ ആദ്യം നമ്മുടെ ദീൻ പഠിക്കാൻ എന്താണ്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു അഗാധമായ ജ്ഞാനം ഉണ്ടാകുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ പതുക്കെ അതിൽ എക്സ്പോസ്ഡ് ആവണം. അല്ലാതെ ആദ്യമേ തന്നെ സംവാദം ഭയങ്കര ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ പണി പാളും. ഇതാണ് ഏറ്റവും പ്രധാനം. ഫിത്നയെ ഹെഡ് ഓൺ കൗണ്ടർ ചെയ്യരുത്. ആദ്യം അതിനെ കുറച്ച് പിൻവാങ്ങി നമ്മൾ കുറച്ച് കരുക്കളൊക്കെ ശേഖരിച്ച് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി നമ്മുടെ മനസ്സിൽ ഈ ദീനിനെ കുറിച്ചുള്ള ദൃഢബോധ്യം വന്നതിന് ശേഷം മാത്രം നമ്മൾ പോവുക. ആദ്യമേ തന്നെ ബൈബിള് വായിച്ചാൽ പിന്നെ ഖുർആൻ നമുക്ക് ചിലപ്പോൾ മോശമായിട്ട് തോന്നും. ആദ്യമേ തന്നെ ഖുർആൻ മനസ്സിലുണ്ടെങ്കിൽ ബൈബിള് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിയും ഇതെന്താണ് അവസ്ഥ. അല്ലെങ്കിൽ ഏത് വേദം വായിച്ചാലും എന്താണ് തിരിയും. അപ്പോൾ എല്ലാറ്റിനും അതിൻ്റെതായ ഒരു യുക്തിയും അപ്രോച്ചും വേണമെന്ന പാഠമാണ് ഗുഹാവാസികളുടെ ഈ സംഭാഷണം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വറക്ക് ഇവിടെ പറഞ്ഞില്ല. വറക്ക് വെള്ളി എന്നുള്ളത് വറക്ക് ഇല പേപ്പർ എന്നുള്ള പറയുന്ന വർക്ക് തന്നെയാണോ? അതായത് വറക്കത്ത് ഇല എന്നുള്ളതിന്റെ, അതായത് കറൻസി, നാണയമൊക്കെ ആയിട്ട് പണ്ടും ഈ ലോഹങ്ങളും അതുപോലെ തന്നെ ശരിക്കും അതിൽ നിന്നാണ് പിന്നെ പേപ്പർ വരുന്നത്. അതായത് പണ്ട് കാലത്ത് വരിക്കത്ത് എന്ന് ഉപയോഗിച്ചത് വെള്ളിക്കാണ്. പക്ഷെ പിന്നീടാണ് പേപ്പർ കണ്ടുപിടിക്കുന്നത്. പേപ്പർ കണ്ടുപിടിച്ചപ്പോൾ അതിന് അറബി ഭാഷയിൽ അന്ന് അവർ നാണയമായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ കറൻസി ആയിട്ടും പേപ്പർ എഴുതാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചപ്പോൾ അതിന് ഈ പേര് ഇട്ടു എന്നുള്ളതാണ്. മനസ്സിലായോ? വരിക്കത്ത്, ഇവിടെ വരിക്കത്ത് എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം ഫില്ലത്ത് നോക്കുക. അപ്പോൾ അതിന്റെ ഒറിജിൻ അതാണ്. പക്ഷെ അർത്ഥം ശരിക്ക് വ്യത്യാസമുണ്ട്. അതായത് വറക്കത്ത് എന്ന് പറയുമ്പോൾ പേപ്പർ, ഇല എന്നർത്ഥവും, വരിക്കത്ത് എന്ന് പറയുമ്പോൾ വെള്ളി നാണയം എന്നുമാണ് അർത്ഥം. പക്ഷെ അതിന്റെ സോഴ്സ് ഒന്നായിരിക്കാം. കാരണം പണ്ട് കാലത്ത് നാണയങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു, പിന്നെ പേപ്പർ കറൻസിയിലേക്കൊക്കെ മാറിയപ്പോൾ അതിനും ഈ പേര് ഉപയോഗിച്ചതായിരിക്കാം. അതുകൊണ്ട് ഖുർആനിൽ വറക്കത്ത് പറയുന്നുണ്ട്, ലാ തസ്കുത്തു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. ഞാൻ വിചാരിച്ചേ ഈ ഇതില്ലേ ഹർഫ് ജെറ് വന്നോണ്ടാണോ വരിക്ക് എന്ന് പറഞ്ഞത് എന്നുള്ളത് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു. അതായത് വെള്ളി നാണയത്തിന്, നാണയം എന്ന അർത്ഥത്തിൽ, വെള്ളി നാണയം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ കെസറാണ് കൊടുക്കേണ്ടത്, വരിക്കത്ത്. കേട്ടാ, വറക്കത്താണ് ഇല. ബന്ധം ഉണ്ടാകില്ലായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് ആ അർത്ഥത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. വരിക്കത്ത് വെള്ളി എന്നതും വറക്കത്ത് ഇല എന്നും മനസ്സിലാക്കുന്നതാണ് നല്ലത്. അതിന്റെ സോഴ്സ് ഇപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. കാരണം ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആൻ കാരണം ഫില്ലത്ത് വെള്ളി, വെള്ളി നാണയത്തിനാണ് വരിക്കത്ത് എന്ന് പറയാം. അത് നുഖൂദുൽ ഫില്ല എന്ന അർത്ഥത്തിലാണ്, വെള്ളി നാണയം എന്ന അർത്ഥത്തിലാണ് വരിക്കത്ത് പറയാം. ഖുർആനിൽ തന്നെ വറക്കത്ത് ഇലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഏതെങ്കിലും അർത്ഥത്തിൽ കണക്ഷൻ ഉണ്ടാകാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, വറക്കത്ത് ഇല, വരിക്കത്ത്
വെള്ളി നാണയം. ഓക്കെ. കാല ഖായിലും എന്ന് പറയുന്നത് ആ ആരാണ് അത് നമ്മൾ തന്നെ പറയുമല്ലോ, കൃത്യമായിട്ട് ഒരാളുടെ പേര് പറയാതെ നമ്മുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞു. കൂട്ടത്തിൽ ഖായിൽ എന്ന് പറഞ്ഞാൽ കാലയുടെ ഇസ്മു ഫായിലാണ്. പറയുന്ന ഒരാൾ പറഞ്ഞു. അപ്പൊ ഇന്ന ആള് പറഞ്ഞു എന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയേണ്ടത്തിടാത്ത് അങ്ങനെ പറയേണ്ടതില്ലാത്ത ഒരു സ്ഥലത്ത് ഖായിലും മിൻഹു, അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു എന്നാണ് ചോദ്യം. അതല്ലേ? അതെ, അതാണ് ഖായിലുൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നല്ലേ? അങ്ങനെ പറയുന്നവൻ പറഞ്ഞു എന്നാകുമ്പോ അത് അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്നാണ്. അതെ, അതാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞ ആളെ ഐഡന്റിഫൈ ചെയ്യേണ്ടതില്ലാത്തൊരു സ്ഥലത്ത്. ഇപ്പോ ഈ പറയുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും ആരുടെ പേരും അറിയില്ല, അവരുടെ സ്വഭാവം അറിയില്ല, അവരുടെ വയസ്സറിയില്ല, അവരുടെ ഒരു സംഗതിയും പടച്ചോൻ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ പറയുന്ന ഒരാൾ പറഞ്ഞു എന്ന് അങ്ങനെയാണ് കാടടക്കി വെടിവെക്കാനല്ലേ പടച്ചോൻ തന്നെ പറ്റുള്ളൂ. അള്ളാഹ് അങ്ങനെ പറയാൻ തീരുമാനിക്കാത്ത സ്ഥിതിക്ക്, ഇവരാരും ഐഡന്റിഫൈ ചെയ്യാത്ത സ്ഥിതിക്ക് ഏതോ ഒരാൾ പറഞ്ഞു എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ കാലാഹദുഹും എന്ന് പറയാം അള്ളാഹുവിനെ. പക്ഷെ ഖായിലുൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം സാധാരണഗതിയിൽ സംസാരിക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ നിശബ്ദമായിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ ശബ്ദം ഭേദിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, നിശബ്ദതയെ ഭേദിക്കുന്ന ഒരാള്. അവരായിരിക്കും കൂടുതൽ എലക്വന്റ്, വാചാലര്. ആ വാചാലൻ എന്ന അർത്ഥത്തിലാണ് ഖായിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അവരുടെ കൂട്ടത്തില് യൂസുഫ് നബിയുടെ കഥയില് അങ്ങനെ ആ കിണറ്റിലിടുന്ന കാര്യം പറയുമ്പോ ഒരു കായലില്ലേ? അതെ, മറ്റേ ഈ കിണറ്റിലിടുന്ന കാര്യം പറയുമ്പോൾ അതാണ്. അപ്പോ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത് തന്നെ ആയിക്കൊള്ളണം ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ എല്ലാവരും അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് അഭിപ്രായം പറയാൻ തോന്നുന്ന ഒരാൾ പറയുന്നു, അതാണ് ഖായില്. അയാൾക്ക് പറഞ്ഞു ചോദ്യമുള്ളതേ എങ്ങനെ ഈ നിങ്ങള് പോകുന്നാണല്ലോ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. അപ്പൊ അയാളൊരു വേറെ ആള് എന്ന രീതിയിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾക്ക് വിടാം, നമുക്ക് പോണം, അങ്ങനെയൊക്കെയല്ലേ ശരിക്കും? അല്ല, അതെന്താ വെച്ചാൽ സംഭാഷണത്തിന്റെ ഒരു രീതിയാണ്, കോൺവെർസേഷന്റെ ഒരു രീതിയാണ്. ഫബഅസു അഹദക്കും, അതായത് അവരുടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഖായിൽ എന്ന് പറഞ്ഞ പോലെ ഒരു ഖായിദും ഉണ്ടാവും, ഒരു ലീഡറും ഉണ്ടാവും. ലീഡർ എന്താ പറയാ? ആരെങ്കിലും ഒരാൾ പോ, നമ്മിൽ ആരെങ്കിലും ഒന്നുമില്ല, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോ എന്നാണല്ലോ പറയാ. ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ലീഡറിനെ ഒരു സംഘമാണെങ്കിൽ സംഘത്തിൽ പലപ്പോഴും ഒരാളെ നമ്മൾ ലീഡറായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും പോയേ പറ്റൂ എന്നാണല്ലോ ലീഡർ പറയാ. നമ്മിൽ ആരെങ്കിലും പോണം എന്ന് അങ്ങനെയല്ല പറയാ സാധാരണ രീതിയിൽ. ഒരു കൽപ്പനയൊക്കെ ആണെങ്കിൽ എന്ത് വേണം? അപ്പൊ ഇവിടെ ഒരു ശൂരല്ല നടക്കണ, ഒരു കൽപ്പനയാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് അവരുടെ കൂട്ടത്തില് താൽക്കാലികമായിട്ട് ലീഡർഷിപ്പ് ഏറ്റെടുത്ത ഒരാൾ പറയാണ് ഫബഅസു അഹദക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോ, പക്ഷെ അവൻ സൂക്ഷിക്കണോട്ടോ. മനസ്സിലായ? അപ്പൊ ഒരു ലീഡർഷിപ്പ് ആരോ ഒരാൾ അതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് അവരുടെ ഒരു കൽപ്പന രൂപത്തിൽ ഇത് നടത്തുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. പിന്നെ സംഭാഷണത്തിന്റെ ഒരു രീതിയാണത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമഅനാ ഹാദാ ജമഅൻ മർഹൂമ വജഅൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മാസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമ. അല്ലാഹുമ്മ ജഅൽ ഖുർആനൽ അളീമ റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജിലാഅ ഹമ്മിനാ വദഹാബ അഹ്സാനിനാ വഹുമൂമിനാ. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بارك الله.